ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? മലയാളം ഈസി ആയിരുന്നോ? എല്ലാവരും കറക്റ്റായിട്ട് എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്തായിരുന്നോ? യെസ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒരിക്കൽ കൂടി നോക്കിയാലോ? നിങ്ങളുടെ പാരൻസിന് കാണണ്ടേ? നോക്കാം അല്ലേ? ഏപ്രിൽ മെയ് വെക്കേഷൻ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ കുട്ടികൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിലുള്ളതെന്ന് അറിയാവോ? മലയാളം അക്ഷരങ്ങൾ മുതൽ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി. ഇത് നിങ്ങൾക്ക് കൂട്ടി വായിക്കാനും കൂട്ടി എഴുതാനും ഒത്തിരി കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ്. അവരെ കൂട്ടി എഴുതാനും കൂട്ടി വായിക്കുവാനും പഠിപ്പിക്കുന്ന ബേസിക് ആയിട്ടുള്ള ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷനിൽ ഒരുക്കിയിട്ടുണ്ട്. ഗണിതം പാടായിട്ടുള്ള ഒത്തിരി കുട്ടികൾ, മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്ക് മാത്തമാറ്റിക്സിൻ്റെ ബേസിക് ക്ലാസ്സസ് എല്ലാം ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. അതിനു പുറമേ മറ്റൊരു കാര്യം, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഈ വെക്കേഷനിൽ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് എക്സാം സ്വന്തമായിട്ടൊക്കെ നിങ്ങൾക്ക് എഴുതണ്ടേ? അപ്പോൾ സെൻറ്റൻസ് ക്രിയേഷൻ വേണ്ടേ? അതിനായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയണ്ടേ? അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട്. LKG കുട്ടികൾക്കും UKG കുട്ടികൾക്കും അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് LKG UKG റിവിഷൻ ക്ലാസ്സസ് ഉണ്ട്. അതിനു പുറമെ മറ്റൊരു ക്ലാസ് കൂടിയുണ്ട് കേട്ടോ. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക്, അതായത് 1ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ എഴുതാനും വായിക്കാനൊക്കെ പഠിക്കണം. അക്ഷരങ്ങളൊക്കെ നല്ലതുപോലെ അറിഞ്ഞിരിക്കണം. മാത്തമാറ്റിക്സിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്കാണ് കേട്ടോ സ്പെഷ്യൽ ക്ലാസ്സസ് എല്ലാ സബ്ജക്ട്സും ഉൾപ്പെടുത്തിക്കൊണ്ട് വരുന്നുണ്ട്. അതിപ്പോൾ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടിയാണ്, പക്ഷേ ബേസിക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്കും അതിൽ ജോയിൻ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്കറിയാം 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എക്സാം ക്ലാസ് നടക്കുവാണ്. പ്രീ KG ക്ലാസ്സസും LKG UKG റെഗുലർ ക്ലാസ്സസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് അക്കാഡമിക് ഇയർ മുതൽ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ക്ലാസ് ട്യൂഷൻ ഉണ്ടാവും. പ്രീ KG ക്ലാസ്സസ്, LKG UKG എല്ലാ ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്ലാസ്സാണോ ആവശ്യം ആ ക്ലാസ്സിൻ്റെ കൂടുതൽ ആവശ്യങ്ങൾക്കായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഇവിടെ നൽകിയിട്ടുണ്ട്. 9746487799. ഒരിക്കൽ കൂടി പറയാം, 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. റിപ്ലൈ നൽകാൻ വൈകിയാൽ പേടിക്കേണ്ട, ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ നൽകും. എല്ലാവർക്കും റിപ്ലൈ നൽകും കേട്ടോ. ആനുവൽ എക്സാം 2023-2024 STD3 മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ. ഒന്നാമത്തെ പ്രവർത്തനം വായിക്കാം എഴുതാം എന്നുള്ളതായിരുന്നു. ഒന്നാമത്തേത് വായിക്കാം എഴുതാം എന്നുള്ളതായിരുന്നു. തൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളപ്പിച്ച് നേഹ എഴുതുന്ന അക്ഷരക്കൂട്ടങ്ങൾക്ക് ആകാശത്തോളം വലിപ്പമാണ്. തൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളപ്പിച്ച്, സ്വപ്നങ്ങൾക്കാണ് കേട്ടോ ചിറകുമുളപ്പിച്ച് നേഹ എഴുതുന്ന അക്ഷരക്കൂട്ടങ്ങൾക്ക് ആകാശത്തോളം വലിപ്പമാണ്. ശാരീരിക പരിമിതികൾക്കിടയിലും തൻ്റെ 3ാമത്തെ കവിതാ സമാഹാരം പുറത്തിറക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് അവൾ. എല്ലുകൾ ശോഷിച്ചു പൊടിയുന്ന ഓസ്റ്റിയോപൊറോസിസ് എന്ന രോഗം ചെറുപ്പത്തിൽ തന്നെ നേഹയുടെ ജീവിതത്തിൽ വില്ലനായി എത്തി. പിന്നീട് അതിജീവനത്തിൻ്റെ നാളുകളായിരുന്നു. ഇതിനിടയിൽ രോഗം നേഹയെ വീൽ ചെയറിലാക്കി. കാഴ്ചയും മങ്ങിത്തുടങ്ങി. ജീവിതം വീടിനുള്ളിലായി തുടങ്ങിയപ്പോൾ പതിയെ അവൾ അക്ഷരങ്ങളോടും പുസ്തകങ്ങളോടും കൂട്ടുകൂടാൻ തുടങ്ങി. വെറുതെ ഇരിക്കുമ്പോൾ ഓരോന്ന് കുത്തിക്കുറച്ചു. കുട്ടിക്കവിതകളായിരുന്നു തുടക്കത്തിൽ. ബ്രെയിൽ ലിപിയിൽ നേഹ എഴുതിയവ പകർത്തി എഴുതുന്നത് അമ്മയാണ്. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യ കവിതാ സമാഹാരം സ്നേഹാമൃതം പുറത്തിറക്കി. പുതിയ രചനയായ നേഹായനം 40 കവിതകളുടെ സമാഹാരമാണ്. പ്രകാശന ചടങ്ങിൽ നേഹയെ ഇഷ്ടപ്പെടുന്ന വൻ ജനാവലിയാണ് അപ്പോൾ നേഹയുടെ സ്വപ്നങ്ങളാണ്. നേഹയുടെ സ്വപ്നങ്ങൾ ചിറകുമുളപ്പിച്ച് ദാ പറന്നു തുടങ്ങിയിരിക്കുകയാണ് അല്ലേ? അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഇനി വായിച്ചതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതാണ് എഴുതാനുള്ളത്. നേഹയെ ബാധിച്ച അസുഖം ഏതാണ്? നിങ്ങളിത് കറക്റ്റായിട്ട് അതിൽ നോക്കി എഴുതിയിട്ടുണ്ടാകും. ഏതാണ് അസുഖം? ഓസ്റ്റിയോപൊറോസിസ്. ബ്രെയിൽ ലിപിയിൽ നേഹ എഴുതിയത് പകർത്തി എഴുതുന്നത് ആരാണ്? ആരാ? അമ്മ.
മാതൃക പോലെ മാറ്റി എഴുതുക. എത്തിത്തുടങ്ങി, എത്തി പ്ലസ് തുടങ്ങി. മങ്ങിത്തുടങ്ങി, മങ്ങി പ്ലസ് തുടങ്ങി. നേഹയുടെ പുസ്തക പ്രകാശന ചടങ്ങിൽ വലിയ ആൾക്കൂട്ടം എത്തി എന്ന് സൂചിപ്പിക്കുന്ന വാക്യം ഏത്? നേഹ ഇഷ്ടപ്പെടുന്ന പ്രകാശന ചടങ്ങിൽ നേഹ ഇഷ്ടപ്പെടുന്ന വൻ ജനാവലിയാണ് സാക്ഷിയായി എത്തിയത്. നേഹയുടെ പുതിയ പുസ്തകത്തിൻ്റെ പേരെഴുതുക. നേഹയുടെ പുതിയ പുസ്തകത്തിൻ്റെ പേരെന്താ? നേഹായനം. അപ്പോൾ എല്ലാവരും ഇതിന് കറക്റ്റായിട്ട് ആൻസർ എഴുതിയല്ലോ. 5 ക്വസ്റ്റ്യനും ആൻസർ എഴുതിയില്ലേ? യെസ്. രണ്ടാമത്തേത് വിവരണം തയ്യാറാക്കാം എന്നുള്ളതായിരുന്നു. ഹായ്, എന്താണ് കാണുന്നത്? അവസാനം എൻ്റെ തോട്ടം പൂത്തല്ലോ. പൂന്തോപ്പിൻ്റെ ഉടമ അവിടേക്കോടി. കാഴ്ചകൾ കണ്ട് അയാൾ തുള്ളിച്ചാടി. എന്തായിരിക്കും അയാൾ കണ്ടിട്ടുണ്ടാവുക? വിവരണമായി എഴുതുക. ആ തോട്ടക്കാരൻ ആ ഉടമസ്ഥൻ ഇവിടേക്ക് വന്നിട്ട് എന്താ ഇവിടെ മുഴുവനും കണ്ട് തുള്ളിച്ചാടുകയാണല്ലേ. അവിടെ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കാം? അത് നിങ്ങൾ എന്ത് ചെയ്യുക? അവിടെ എന്തൊക്കെ കണ്ടു എന്നുള്ളത് വിവരിച്ച് എഴുതുക. അതായിരുന്നു രണ്ടാമത്തെ പ്രവർത്തനം. മൂന്നാമത്തെ പ്രവർത്തനം അറിയിപ്പ് തയ്യാറാക്കാം എന്നുള്ളതാണ്. ഭാഷാ ക്ലബിൻ്റെ നേതൃത്വത്തിൽ സ്കൂളിൽ കാവ്യോത്സവം സംഘടിപ്പിക്കുന്നു. ഈ വിവരം സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും അറിയിക്കാനായി സ്കൂൾ അസംബ്ലിയിൽ അവതരിപ്പിക്കാൻ ഒരു അറിയിപ്പ് തയ്യാറാക്കുക. അറിയിപ്പ് തയ്യാറാക്കാനായിട്ട് അറിയാലോ, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ സ്കൂൾ അസംബ്ലിയിൽ അവതരിപ്പിക്കാനായിട്ടുള്ള ഒരു അറിയിപ്പാണ് തയ്യാറാക്കാനുള്ളത്. നാലാമത്തെ പ്രവർത്തനം വരികൾ കൂട്ടിച്ചേർക്കാം എന്നുള്ളതാണ്. പൂവുണ്ട്, പൂമ്പാറ്റയുണ്ട്. പൂവിൽ നിന്നും പൂന്തേൻ നുകരും വർണ്ണ പൂമ്പാറ്റേ, നുണഞ്ഞു നോക്കാൻ പൂന്തേൻ ഇത്തിരി വിളമ്പി നൽകാമോ? എന്താണ്? പൂവിൽ നിന്നും പൂന്തേൻ നുകരും വർണ്ണ പൂമ്പാറ്റേ, നുണഞ്ഞു നോക്കാൻ വിളമ്പി നൽകാമോ? ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വീണ്ടും 4 വരി കൂടി കൂട്ടിച്ചേർക്കുക എന്നുള്ളതായിരുന്നു അടുത്ത പ്രവർത്തനം. നാലാമത്തെ പ്രവർത്തനം ഇതിനോടൊപ്പം 4 വരി കൂടി ഇതിൻ്റെ ബാക്കിയായിട്ട് കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ്. അഞ്ചാമത്തെ പ്രവർത്തനം സംഭാഷണം എഴുതാം. ആട്ടിൻകുട്ടികളോട് പോലും ദയ കാണിച്ച ബുദ്ധൻ്റെ കഥ നിങ്ങൾ കേട്ടില്ലേ? മരക്കൊമ്പിലിരിക്കുന്ന തത്തയെ കല്ലെറിഞ്ഞ് ഉപദ്രവിക്കുന്ന ഒരു കുട്ടിയെ ബുദ്ധൻ കണ്ടുമുട്ടി. അവർ തമ്മിൽ എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടാകും? മരക്കൊമ്പിലിരിക്കുന്ന തത്തയെ കല്ലെറിഞ്ഞ് ഉപദ്രവിക്കുന്ന ഒരു കുട്ടിയുമായിട്ട് ബുദ്ധൻ സംസാരിക്കുകയാണ്. എന്തൊക്കെയായിരിക്കും അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാവുക? ബുദ്ധൻ ചോദിച്ചിട്ടുണ്ടാവില്ലേ, എന്തിനാ നീ ആ തത്തയെ കല്ലെറിയുന്നേ? അപ്പോൾ കുട്ടി അതിന് മറുപടി പറഞ്ഞിട്ടുണ്ടാകും. ബുദ്ധൻ ചോദിച്ചിട്ടുണ്ടാകും, കുട്ടി മറുപടി പറഞ്ഞിട്ടുണ്ടാകും, വീണ്ടും ബുദ്ധൻ ചോദിച്ചിട്ടുണ്ടാകും. അങ്ങനെ എന്താ 8 പ്രാവശ്യം 8 സെൻറ്റൻസ് ഉണ്ട് കേട്ടോ. അതിങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ ആക്ടിവിറ്റി. പ്രവർത്തനം 5 സംഭാഷണം എഴുതാം. അവസാനത്തെ പ്രവർത്തനം ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാം. ആരെന്നറിയാവോ? ധാരാ കുഞ്ഞുണ്ണി മാഷാണ്. യെസ്. തന്നിരിക്കുന്ന സൂചനകളും കൂടുതൽ വിവരങ്ങളും ഉൾപ്പെടുത്തി കുഞ്ഞുണ്ണി മാഷിനെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കൂ. മാതാവ് നാരായണിയമ്മ, പിതാവ് നീലകണ്ഠൻ മൂസത്ത്, ആത്മകഥ എന്നിലൂടെ, അധ്യാപകനാണ്, മരണം 2006 മാർച്ച് 26, കൃതികൾ പഴമൊഴി പത്തായം, കുറ്റിപ്പെൻസിൽ, വിത്തും മുത്തും, കുഞ്ഞുണ്ണി രാമായണം, ജനനം 1927 മെയ് 10 തൃശ്ശൂരിലെ വലപ്പാട്ട്, കുട്ടിക്കവിതകളിലൂടെ പ്രസിദ്ധൻ. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് എന്ത് ചെയ്യണം? അതെ, ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കണം. നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്, എല്ലാവരും ഇത് പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഓക്കെ, എല്ലാവരും ഇതിന് കറക്റ്റായിട്ട് ആൻസർ എഴുതിയിട്ടുണ്ടാവും. ഇതിൽ നിന്നുള്ള ഫുൾ മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോൾ 6 പ്രവർത്തനങ്ങളാണ് ഉണ്ടായിരുന്നത്. 6 പ്രവർത്തനങ്ങളും ഈസി ആയിരുന്നില്ലേ? യെസ്. ഓക്കെ ചിൽഡ്രൻ, ബൈ. താങ്ക് യു. ഏപ്രിൽ മെയ് വെക്കേഷൻ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ കുട്ടികൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിലുള്ളതെന്ന് അറിയാവോ? മലയാളം അക്ഷരങ്ങൾ മുതൽ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി. ഇത് നിങ്ങൾക്ക് കൂട്ടി വായിക്കാനും കൂട്ടി എഴുതാനും ഒത്തിരി കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ്. അവരെ കൂട്ടി എഴുതാനും കൂട്ടി വായിക്കുവാനും പഠിപ്പിക്കുന്ന ബേസിക് ആയിട്ടുള്ള ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷനിൽ ഒരുക്കിയിട്ടുണ്ട്.
ഗണിതം പാടായിട്ടുള്ള ഒത്തിരി കുട്ടികൾ, മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്ക് മാത്തമാറ്റിക്സിൻ്റെ ബേസിക് ക്ലാസ്സസ് എല്ലാം ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. അതിനു പുറമെ മറ്റൊരു കാര്യം, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഈ വെക്കേഷനിൽ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് എക്സാം സ്വന്തമായിട്ടൊക്കെ നിങ്ങൾക്ക് എഴുതണ്ടേ? അപ്പോൾ സെൻറ്റൻസ് ക്രിയേഷൻ വേണ്ടേ? അതിനായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയണ്ടേ? അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട്. LKG കുട്ടികൾക്കും UKG കുട്ടികൾക്കും അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് LKG UKG റിവിഷൻ ക്ലാസ്സസ് ഉണ്ട്. അതിനു പുറമെ മറ്റൊരു ക്ലാസ് കൂടിയുണ്ട് കേട്ടോ. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക്, അതായത് 1ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ എഴുതാനും വായിക്കാനൊക്കെ പഠിക്കണം, അക്ഷരങ്ങളൊക്കെ നല്ലതുപോലെ അറിഞ്ഞിരിക്കണം, മാത്തമാറ്റിക്സിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്കാണ് കേട്ടോ സ്പെഷ്യൽ ക്ലാസ്സസ് എല്ലാ സബ്ജക്ട്സും ഉൾപ്പെടുത്തിക്കൊണ്ട് വരുന്നുണ്ട്. അതിപ്പോൾ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടിയാണ്, പക്ഷേ ബേസിക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്കും അതിൽ ജോയിൻ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്കറിയാം 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എക്സാം ക്ലാസ് നടക്കുവാണ്. PKG ക്ലാസ്സസും LKG UKG റെഗുലർ ക്ലാസ്സസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് അക്കാഡമിക് ഇയർ മുതൽ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ക്ലാസ്സിന് ട്യൂഷൻ ഉണ്ടാവും. PKG ക്ലാസ്സസ്, LKG UKG എല്ലാ ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്ലാസ്സാണോ ആവശ്യം ആ ക്ലാസ്സിൻ്റെ കൂടുതൽ ആവശ്യങ്ങൾക്കായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഇവിടെ നൽകിയിട്ടുണ്ട് 9746487799. ഒരിക്കൽ കൂടി പറയാം, 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. റിപ്ലൈ നൽകാൻ വൈകിയാൽ പേടിക്കേണ്ട, ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ നൽകും, എല്ലാവർക്കും റിപ്ലൈ നൽകും കേട്ടോ.